नमस्ते दोस्तों, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. വീഡിയോയിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡിന് ശേഷമുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇനി ഷോർട്ട് ലിസ്റ്റ് എന്നത്തേക്ക് വരാനാണ് സാധ്യത എന്നുള്ള കാര്യങ്ങളാണ്. നിലവിൽ JLTയുടെ പല ഡിസ്ട്രിക്റ്റുകളിലേക്കുമുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നിലവിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നവരെ വന്നേക്കുന്ന ഡിസ്ട്രിക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫുൾ ടൈം കൊല്ലം മെസ്സേജ് വന്നിട്ടുണ്ട്. അതേപോലെ ഫുൾ ടൈം NC SC ST മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ കോട്ടയം ഫുൾ ടൈം മെസ്സേജ് വന്നിട്ടുണ്ട്. പാർട്ട് ടൈം പത്തനംതിട്ട, ഫുൾ ടൈം ആൻഡ് പാർട്ട് ടൈം വയനാട്, ഫുൾ ടൈം ആൻഡ് പാർട്ട് ടൈം ആലപ്പുഴ, ടൈം പാലക്കാട്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നിലവിൽ വന്നേക്കുന്നത്. ആയി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന് 1 മാസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് വരാറുണ്ട്. ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ മാർക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള ഓർഡറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൽ കേവലം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്കൊരിക്കലും റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരുമോ അല്ലെങ്കിൽ അവസാനം വരുമോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. വന്നതിന് ശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകുന്നതായിരിക്കും. അതും പ്രകാരം നമ്മൾ PSC ഓഫീസിൽ പോയിട്ട് നമ്മൾ അപേക്ഷാ സമയത്ത് വെച്ച സർട്ടിഫിക്കറ്റ് അത് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒറിജിനലുമായിട്ട് ചെന്ന് വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. വെരിഫിക്കേഷൻ സംബന്ധിച്ചുള്ള മെസ്സേജ് നിങ്ങളുടെ അനൗൺസ്മെൻറ്റ്സ് എന്ന് പറയുന്ന പ്രൊഫൈലിൻ്റെ ഭാഗത്തായിരിക്കും ഉണ്ടാവുക. ചില PSC ഓഫീസുകളിൽ നമുക്കിപ്പോൾ അതിൽ വെച്ചേക്കുന്ന ക്വാളിഫിക്കേഷൻസ് അല്ലാതെ ഹയർ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റൊക്കെ ചിലപ്പോൾ വെരിഫൈ ചെയ്തൊക്കെ തരാറുണ്ട്. വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് ഇൻ്റർവ്യൂ ഉള്ള പോസ്റ്റാണെങ്കിൽ അതിന് വേണ്ടി ഇൻ്റർവ്യൂ നടക്കും. അപ്പോൾ JLTയിലൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരാറുണ്ട്. സാധാരണയായി 2 മാസത്തിനുള്ളിൽ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരേണ്ടതാണ്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും അതിൻ്റെ വെന്യൂ ഇതെല്ലാം വരുന്നത് നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നില്ലേ, ആ ഭാഗത്തായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ ഉണ്ടാവുക. മാർക്കിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കട്ട് ഓഫ് മാർക്ക് കൃത്യമായിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ പല ഘടകങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ ജില്ല തിരിച്ചുള്ള എടുക്കുകയാണെങ്കിൽ ആ ജില്ലയിൽ എത്ര ഉദ്യോഗാർത്ഥികൾ എക്സാം എഴുതി, അതേപോലെ അവരുടെ എക്സാം എഴുതിയപ്പോഴുള്ള ഡിഫിക്കൽട്ടി ലെവൽ എത്രയായിരുന്നു ആ എക്സാമിൻ്റെ, അതേപോലെ തന്നെ PSC എത്ര പേരടങ്ങുന്ന റാങ്ക് ലിസ്റ്റാണ് ആ ഡിസ്ട്രിക്റ്റിൻ്റെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നോക്കിയ ശേഷം മാത്രമായിരിക്കും കട്ട് ഓഫ് വരിക. അപ്പോൾ ഓരോ ജില്ലയിലും അത് വ്യത്യസ്തപ്പെട്ടിരിക്കും എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുകയാണെങ്കിൽ അത് പ്രൊഫൈലിൽ റിസൾട്ട് എന്ന് പറയുന്ന ഭാഗത്ത് എന്തായാലും വന്നിട്ടുണ്ടാവും. അതേപോലെ റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിസൾട്ടിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ ഉണ്ടാകുന്നതാണ്. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൻ്റെ PDF ഉൾപ്പെടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റുകളിലെ എല്ലാം സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങിനുള്ള മെസ്സേജ് ഡിസംബർ 1st വീക്കിനുള്ളിൽ തന്നെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും PSC മെസ്സേജ് വരുന്നതും അതേപോലെ സൈറ്റിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.